Hello designers, welcome back to UXUIMANIA. നമ്മുടെ UX/UI ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഒന്നും രണ്ടും പാർട്ടുകൾ കണ്ടിട്ടില്ലാത്തവർ ദയവായി ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ 3 വീഡിയോകളിലായിട്ടാണ് നമ്മൾ UX/UI കുറിച്ചുള്ള ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പുതുതായി UX/UI ഇൻഡസ്ട്രിയിലേക്ക് കാലുകുത്താൻ ആഗ്രഹിക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാരായിരുന്നാലും, അത് ഡിസൈനേഴ്സ് ആയാലും നോൺ ഡിസൈനേഴ്സ് ആയിരുന്നാലും, യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചും യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചും ഒരു ബേസ് ഐഡിയ തരിക എന്നുള്ളതാണ് ഈ 3 പാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 3 വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ചെയ്യാവുന്ന ഒരു ബേസ് ഫണ്ടമെൻ്റൽ കിട്ടും. ഇതിന് ശേഷം നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലുകളിലേക്കും കൂടുതൽ പ്രൊഫഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റ് ടൈപ്പ് ഓഫ് ട്യൂട്ടോറിയൽ തുടങ്ങിയ എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോകളിലേക്കും സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ 3 വീഡിയോകളും ദയവായി നിങ്ങളിത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ഒരുപോലെ 1, 2, 3 എന്ന ബേസിൽ കണ്ട് ഒരു ഫണ്ടമെൻ്റൽ ഉണ്ടാക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു UX/UI എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് നിർമ്മാണത്തിലും മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മാണത്തിനും മാത്രമുള്ള ഒരു സംഭവമല്ല, റൈറ്റ്? മറ്റുള്ള ഇതര പ്രോഡക്ട്സുകളിലും നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന ഇതര വ്യത്യസ്തമായ പ്രോഡക്റ്റുകളിലും നമ്മൾ UX-ഉം UI-യും അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന സ്ഥിരം നമ്മൾ കാണുന്ന പ്രോഡക്റ്റുകൾ യൂസർ എക്സ്പീരിയൻസ് ഒബേ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ചിലപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഒരു സോസ് വിൽക്കുന്ന ഒരു കുപ്പിയുടെ ഫോട്ടോ. ആ കുപ്പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു. നമുക്കറിയാം കുപ്പി എന്ന് പറയുന്ന ഒരുപാട് കുപ്പികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് യൂസർ എക്സ്പീരിയൻസ് റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നമ്മളൊരു കുപ്പി എടുത്ത് ഒരു തിക്കായിട്ടുള്ള സാധനമാണ് സോസ് എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം തിരിച്ച് കുപ്പി യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ കൂടെ ഒരുപാട് പുറത്ത് പോകാനും അത് അകത്തുനിന്ന് പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ തന്നെ വളരെ ഡിഫിക്കൽട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോസിൻ്റെ ഈ കുപ്പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. സോ അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ച യൂസർ എക്സ്പീരിയൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. കുപ്പി തന്നെയാണ്, സെയിം ഡിസൈൻ തന്നെയാണ്, പക്ഷെ അതിന് ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഹാപ്പിയായ കസ്റ്റമർ, ഹാപ്പിയായ ഒരു യൂസർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിനി എന്ത് സാധനങ്ങളും ഏതൊരു പ്രോഡക്റ്റ് ആയാലും അത് യൂസ് ചെയ്യുന്നവരെ യൂസർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസർ എക്സ്പീരിയൻസ് പഠിക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ യൂസർ എന്ന് വിളിക്കുകയാണ്. ആ യൂസർ ഇവിടെ ഒരു സോസ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത്തരത്തിലൊരു കുപ്പിയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അവന് പെട്ടെന്ന് അതെടുത്ത് കമത്താനും തിരിക്കാനും ഒന്നും ബുദ്ധിമുട്ടുണ്ട്. നേരെ എടുത്ത് അവൻ ആവശ്യമുള്ളത് മാത്രം സ്ക്യൂസ് ചെയ്തെടുക്കുക. കൈയെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതേ ഷേപ്പിലിരിക്കുന്നു. അവനത് എളുപ്പം മാറ്റി വെച്ച് അവൻ്റെ ഉപയോഗം നടത്താൻ പറ്റും. ഇതേ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളിനി ഒന്ന് മൈൻഡിലൊന്ന് റിഫൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര ഈസി ആയിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ കറൻ്റ്ലി ഉള്ള പ്രോഡക്റ്റാണ്. കുപ്പി എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് ലോകത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ്. പക്ഷേ ആ പ്രോഡക്റ്റ് സോസ് എന്ന് പറയുന്ന ഒരു തിക്കായ സാധനം നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ആ പ്രോഡക്റ്റിൽ കുപ്പിയിൽ ഉണ്ടാക്കിയ ഡിസൈൻ്റെ ഷേപ്പ് അത് യൂസ് ചെയ്യുന്ന യൂസർക്ക് എത്രമാത്രം എളുപ്പം ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഇത്തരത്തിലുള്ള ഒരു ആംഗ്രി ആയിട്ടുള്ള ഒരു ദേഷ്യത്തോടെ കൂടി ഒരു യൂസർ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതും ഇത്തരത്തിൽ ഹാപ്പി ആയിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണെന്ന് നോക്കാം. അപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മാറ്റി റീഡിസൈൻ ചെയ്തപ്പോൾ അത് ഉപയോഗിക്കുന്ന യൂസർ അവൻ്റെ ആംഗ്രി ഫേസിൽ നിന്ന് സ്മൈലി ഫേസിലേക്ക് മാറി. മനസ്സിലായല്ലോ? ഒരു പ്രോഡക്റ്റ്, ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ പ്രോഡക്റ്റുകളിലും നമുക്ക് യൂസർ എക്സ്പീരിയൻസിൻ്റെ സാന്നിധ്യം കൊണ്ടുവന്നുകൊണ്ട് അത് ഉപയോഗിക്കുന്ന രീതിയിൽ നല്ലപോലെ മാറ്റം വരുത്തിക്കൊണ്ട് അത് ഉപയോഗിക്കുന്ന യൂസറെ ഹാപ്പിയാക്കി മാറ്റുക. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഈ ഫോട്ടോയും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ പറയുന്നത് മാത്രം. ഇത് നമ്മൾ സ്ഥിരം കാണുന്നൊരു വഴി. ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈനർ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഇതിലേക്ക് ചെന്ന് ഈ വഴിയെ നല്ല നീറ്റാക്കി ഡിസൈൻ ചെയ്യാം, എങ്ങനെ അവിടെ നല്ലതുപോലെ കളർഫുൾ ആക്കാം, എങ്ങനെ നല്ലതുപോലെ ഓട് പാകി അതിനെ വൃത്തിയാക്കി എടുക്കാൻ മാത്രമാണ്. പക്ഷെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചിന്താഗതിയുള്ള ഒരു വ്യക്തി തിങ്ക് ചെയ്യുന്നത്
ഒരു വ്യക്തി ഇവിടെ നിന്നും ഇത്തരത്തിൽ യാത്ര ചെയ്ത് ഇവിടെ ബ്യൂട്ടിവൽക്കരിച്ച് പോകുന്നതിലല്ല, മറിച്ച് അവനൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിൽ അവന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്ന് എത്തിപ്പറ്റുക, വളരെ ഈസി ആയിട്ട് എത്തിപ്പറ്റുക. അപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടിയിലല്ല, ഈ കാണുന്ന എക്സ്പീരിയൻസിലാണ് കൂടുതൽ കാര്യം ഇരിക്കുന്നതെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു കപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കാണാൻ വളരെ എസ്തെറ്റിക് ആയിട്ടുണ്ട് അല്ലേ, നല്ല കളർഫുൾ ആണ്, നല്ല ഷേപ്പാണ്, കാണുന്നവർക്ക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും. പക്ഷേ കപ്പ് എന്ന പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളുണ്ടോ? അതിൻ്റെ എക്സ്പീരിയൻസ് അല്ല അപ്പോൾ ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തപ്പോൾ നോക്കിയത്, അതിൻ്റെ ബ്യൂട്ടി മാത്രമാണ്. അതുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ ഒരു യൂസർ അനുഭവപ്പെടുന്ന അവൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഡിസൈൻ ചെയ്യുന്നതെങ്കിലും അത് യൂസർ എങ്ങനെ സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ട് യൂസ് ചെയ്യുന്നു, അവൻ എങ്ങനെ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്മൈലി ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിനെയാണ് എക്സ്പീരിയൻസ് ഡിഫൈനിങ് എന്ന് നമ്മൾ പറയുന്നത്. യൂസർ ഇന്റർഫേസിനോടൊപ്പം യൂസർ എക്സ്പീരിയൻസ്, യൂസർ ചെയ്യുന്ന അത് ഉപയോഗിക്കുന്ന വ്യക്തി എങ്ങനെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ എക്സ്പീരിയൻസ് മെന്റാലിറ്റി നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എന്ത് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്താലും, അതുപോലെ നിങ്ങളൊരു ബ്രൗസർ ഡിസൈൻ ചെയ്യുകയാണ്, ആ ബ്രൗസർ ചെയ്യുന്ന വ്യക്തിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, അത് എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ്, അത് എന്ത് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ആണ് ആ ബ്രൗസർ കാണേണ്ടത്, ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മളൊരു ബ്രൗസർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അതിൽ നിങ്ങളൊരു കാർ ഡിസൈൻ ചെയ്യുകയാണ്, ആ കാർ എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്, അത് റേസിങ്ങിനുള്ള കാറാണോ അതോ വെറും പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കാറാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിലായി ഇറങ്ങി ചെന്നായിരിക്കും ഒരു കാർ ഡിസൈൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ് കാണുന്ന എല്ലാ പ്രോഡക്ട്സുകളും, ഈവൻ ഒരു മുട്ടുപിന്ന് പോലും, ഒരു ഹെയർ പിൻ എടുത്താൽ അതുപോലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. അതിലെങ്ങനെ ഇന്നോവേറ്റീവായിട്ട് അതിൽ എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് അത് ഉപയോഗിക്കുന്ന യൂസറെ കൂടുതൽ ഈസി ആയിട്ടും ഹാപ്പി ആയിട്ടും ആ പ്രോഡക്റ്റിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് യൂസർ എക്സ്പീരിയൻസ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളൊരു സാധനമാണല്ലോ ടി വിയുടെ റിമോട്ട് എന്ന് പറയുന്നത്. ഒരു റിമോട്ട് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അറൗണ്ട് കുറഞ്ഞതൊരു 50 കീ എങ്കിലും അതിനകത്ത് കാണും. ഈ ഒരു 50 കീ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 10% ആൾക്കാർ പോലും എല്ലാം യൂസ് ചെയ്യാറില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതിൻ്റെ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാം ഒരു ആപ്പിളിൻ്റെ ഒരു ടി വി റിമോട്ട് ഇരിക്കുന്നത്. എത്ര മാത്രം മിനിമലിസ്റ്റിക് ആണെന്ന് നോക്കിയേ. അതേ ഉപയോഗം തന്നെയാണ്, രണ്ടും ഒരേ ഈക്വൽ ഉപയോഗമാണെങ്കിലും അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന കേസിൽ അവർ എടുത്തിരിക്കുന്ന മിനിമലിസം എല്ലാ ഫങ്ഷൻസുകളും ഇതിലൂടെ തന്നെ അപ്ലൈ ചെയ്യാം. ഇതിൽ ഉള്ള ഇതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞെന്നിരിക്കും, പക്ഷെ എന്ത് മിനിമലിസ്റ്റിക് ആയിട്ടാണ് അത് ഉണ്ടാക്കി അത് ഉപയോഗിക്കുന്ന യൂസറെ വളരെ ഹാപ്പി ആയിട്ടും ഈസി ആക്കി മാറ്റിയിരിക്കുന്നത് ശ്രദ്ധിക്കും. സാധാരണഗതിയിലൊരു റിമോട്ട് കൺട്രോളും അതിന് യൂസർ എക്സ്പീരിയൻസിൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് യൂസറെ ഹാപ്പി ആക്കിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രോഡക്റ്റും തമ്മിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ ഇനി നിങ്ങളുടെ കണ്ണിൽ കാണുന്ന എന്ത് പ്രോഡക്ട്സുകളായിക്കോട്ടെ, ആ പ്രോഡക്ട്സുകൾ എങ്ങനെ നമുക്ക് സാധാരണഗതിയിൽ നിന്നും അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് അതിനെ ബെറ്റർ ആക്കാം എന്നുള്ളത് ആലോചിച്ചു നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. ഇത്തരത്തിൽ തിങ്കിങ്ങിലൂടെ കൂടിയാണ് നമ്മുടെ എക്സ്പീരിയൻസ് യഥാർത്ഥത്തിൽ ഡെവലപ്പായി വരുന്നത്. ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്നതും നിങ്ങളുടെ തിങ്കിങ് മെൻറ്റാലിറ്റിയാണ് കൂടുതൽ. നിങ്ങളുടെ ഡിസൈനിങ് മെൻറ്റാലിറ്റി വേണ്ട എന്നല്ല പറയുന്നത്, അതും വേണം. അതിനോടൊപ്പം തിങ്കിങ് മെൻറ്റാലിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഡിസൈനിങ്ങിനെ കുറിച്ച് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ചിന്താഗതികൾക്കോടൊപ്പം തന്നെ അതിൽ എങ്ങനെയാണ് ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് കൂടുതൽ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ ഇറങ്ങി വരാൻ ശ്രമിക്കുക. ഈ 3 എപ്പിസോഡുകളും നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളിലും, അത് ഡിജിറ്റൽ പ്രോഡക്റ്റുകളിലായിരുന്നാലും വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും മറ്റ് ഈ പറഞ്ഞതുപോലുള്ള ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോഡക്റ്റുകളിലെല്ലാം എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കൽ ഇൻട്രൊഡക്ഷനാണ്. ഇത്തരത്തിൽ നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു ചിന്താഗതിയിലുള്ള ഒരു വ്യക്തിക്ക് ഇതിലേക്ക് മൈൻഡ് കൺവേർട്ട് ചെയ്തിട്ട് കൂടുതലായിട്ട് അവൻ ചെയ്യുന്ന മേഖലയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരാൻ സഹായിക്കും. ഇനി നമ്മുടെ ഒരു ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്കുണ്ട്. ഈ സുഹൃത്തുക്കൾക്കായിട്ട് ഞാൻ ഒരു 2-3 പുസ്തകങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നും അല്ല, ഒക്കെങ്കിൽ നിങ്ങളുടെ
ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്താഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന 2-3 പുസ്തകങ്ങൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ പുസ്തകങ്ങളുടെ ഈ ലിസ്റ്റ്, അതിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പോസിബിൾ ആണെങ്കിൽ, വളരെ കോസ്റ്റ്ലി അല്ല എന്ന് പറയുന്നു, ഈ 3 പുസ്തകങ്ങളും ഇത് കാണുന്ന എസ്പെഷ്യലി ഞാൻ നോട്ട് ചെയ്ത് കൂടുതലായി പറയുന്നത് ഗ്രാഫിക് ഡിസൈനേഴ്സിനെയാണ്. കാരണം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനേഴ്സിനെ അവരുടെ നെക്സ്റ്റ് ലെവൽ എന്ത് എന്നുള്ളത് തിങ്ക് ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ടൈമാണിത്. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നമ്മുടെ മെൻറ്റാലിറ്റി, ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മൾ വളരെയേറെ മാറ്റേണ്ടുന്ന ഒരു ടൈമാണ്. ഇതിനായിട്ട് ഈ 3 ബുക്സുകൾ നിങ്ങളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ 3 ബുക്സുകൾ എന്നെ ഒരുപാട് മാറ്റിമറിച്ച പുസ്തകങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന നമ്മുടെ ഹീറോയുടെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ പുസ്തകത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ. 2, നമ്മുടെ UXൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോൺ നോർമാൻ. അദ്ദേഹത്തിൻ്റെ ദ ഡിസൈൻ ഓഫ് എവറിഡേ തിങ്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് നിങ്ങളുടെ ഡിസൈൻ ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ്. മറ്റൊരെണ്ണമാണ് സ്റ്റീവ് ക്രൂഗിൻ്റെ ഡോണ്ട് മേക്ക് മീ തിങ്ക് എന്ന് പറയുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ പുസ്തകമാണ്. ഇതും നമ്മുടെ ഡിസൈൻ ചിന്താഗതികൾ മുഴുവൻ നമ്മുടെ മെൻ്റൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡിസൈനിനെ കുറിച്ചുള്ള ചിന്താഗതികളെല്ലാം മാറ്റിമറിച്ച് നമ്മൾ ചെയ്യുന്ന കളർഫുള്ളായ ഒരു ലോകം മാത്രമല്ല ഡിസൈനിങ് എന്നും, ആ ഡിസൈനിങ്ങിനോടൊപ്പം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു മഹത്തായ സംഭവം കൂടെ ഉണ്ടെന്നും, അത്തരത്തിൽ വേണം നമ്മൾ എന്ത് ഡിസൈൻ ചെയ്താലും അത് ഇൻഡസ്ട്രിക്ക് കൂടുതൽ യൂസ്ഫുൾ ആകത്തുള്ളൂ എന്നതിനെക്കുറിച്ച് നമ്മളെ വളരെയേറെ പഠിപ്പിക്കുന്ന 3 പുസ്തകങ്ങളാണ്. കഴിയുമെങ്കിൽ ഈ 3 പുസ്തകങ്ങളിലൂടെ വായിച്ച് നിങ്ങൾ കുറേയും കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും 3 എപ്പിസോഡുകൾ പറ്റുമെങ്കിൽ 3 നിങ്ങൾ ഒരുപോലെ കണ്ടു മനസ്സിലാക്കി എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ബേസ് ഫണ്ടമെൻ്റൽ മനസ്സിലേക്ക് ഉറപ്പിച്ചോളൂ. ഇനി നമുക്ക് മറ്റു ഇതര വിഷയങ്ങളെക്കുറിച്ചും ഇത്തരം ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് മറ്റ് ഓരോ ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും, യൂസർ ഇൻ്റർഫേസിനകത്ത് നമ്മൾ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറുകൾ ഏതാണ്, സോഫ്റ്റ്വെയറുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത്തരത്തിലൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലുകളും വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുമുട്ടാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.